ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണോ? ഹമാസും ഹിസ്ബുള്ളയും നടത്തുന്ന ക്രൂരതകൾ മറച്ചുവെച്ച് തിരിച്ചടിക്കുന്ന ഇസ്രായേലിനെ മാത്രം ക്രൂശിക്കുന്ന ഇവിടുത്തെ ചർച്ചകളും മാധ്യമങ്ങളും ഇസ്രായേലിനിട്ട പേരാണ് തെമ്മാടി രാഷ്ട്രം. പക്ഷെ അവിടെ ജീവിക്കുന്ന മലയാളികൾക്കറിയാം ഇതൊരു ജനത തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന അവസാന പോരാട്ടമാണെന്ന്. ഇസ്രായേലിൽ 10,000-കണക്കിന് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. യുദ്ധം രൂക്ഷമാകുമ്പോഴും എന്തുകൊണ്ടാണ് അവർ ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കാത്തത്? അതിനുള്ള ഉത്തരം ഇസ്രായേൽ എന്ന രാജ്യം തങ്ങളുടെ തൊഴിലാളികൾക്ക് നൽകുന്ന സുരക്ഷയാണ്. മതമോ ജാതിയോ നോക്കാതെ തങ്ങളുടെ മണ്ണിലുള്ള ഓരോ വ്യക്തിയുടെയും ജീവൻ സംരക്ഷിക്കാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണ്. ഓരോ വീട്ടിലും സുരക്ഷിതമായ ബങ്കറുകളും കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനങ്ങളും അവിടെയുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കണ്ട് ഭയപ്പെടുന്ന ബന്ധുക്കളെ സമാധാനിപ്പിക്കേണ്ടി വരുന്നതാണ് ഇവിടെയുള്ള പ്രവാസികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി. ഇസ്രായേൽ തോറ്റാൽ അതൊരു രാജ്യത്തിൻ്റെ മാത്രം പതനമല്ല, മറിച്ച് ആധുനിക ജനാധിപത്യ മൂല്യങ്ങളുടെ തകർച്ച കൂടിയായിരിക്കും. 1948 ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിതമായ നിമിഷം മുതൽ അത് നേരിടുന്നത് വലിയ ഭീഷണികളാണ്. ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്ന് നിരന്തരമായ ആക്രമണങ്ങൾ നേരിട്ടിട്ടും തരിശു ഭൂമിയിൽ നിന്ന് ഒരു ലോക ശക്തിയായി വളരാൻ അവർക്ക് കഴിഞ്ഞത് അചഞ്ചലമായ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ അതിജീവന പോരാട്ടത്തിൽ ഇന്ന് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ കരുത്ത് അമേരിക്കയുമായുള്ള സഖ്യമാണ്. ഇത് കേവലം ഒരു സൈനിക ഉടമ്പടിയല്ല, മറിച്ച് ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ പങ്കാളിത്തമാണ്. മിഡിൽ ഈസ്റ്റിൽ ജനാധിപത്യം നിലനിൽക്കുന്ന ഏക രാജ്യം എന്ന നിലയിൽ ഇസ്രായേലിന്റെ സുരക്ഷ അമേരിക്കയുടെ കൂടെ ആവശ്യമാണ്. അയൺ ഡോം പോലുള്ള ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ അമേരിക്കൻ സാങ്കേതിക വിദ്യയും സാമ്പത്തിക സഹായവും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്ന് ലോകം അത്ഭുതത്തോടെ നോക്കുന്ന ഇസ്രായേലിന്റെ പ്രതിരോധ കവചം ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവനാണ് ഓരോ ദിവസവും സംരക്ഷിക്കുന്നത്. ഇറാൻ ഇന്ന് ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുന്ന നിഴൽ യുദ്ധങ്ങൾ സത്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ സമാധാനത്തെയും തകർക്കുന്നതാണ്. ഹിസ്ബുള്ള, ഹൂതുകൾ തുടങ്ങിയ ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ഇസ്രായേലിനെ മാത്രമല്ല, മറിച്ച് സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെയും ലക്ഷ്യം വെക്കുന്നു. ഇതിന് പിന്നിൽ കേവലം രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമല്ല, ദശകങ്ങളായി നിലനിൽക്കുന്ന ഷിയ സുന്നി വിഭാഗീയതയും ഒരു കാരണമാണ്. മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാനും ഗൾഫ് രാജ്യങ്ങളിലെ സ്ഥിരത തകർക്കാനും ഇറാൻ ശ്രമിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം ഇറാന് ഭീഷണിയാണെങ്കിലും അതിനേക്കാൾ ഉപരിയായി മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി നടത്തുന്ന സമാധാന ശ്രമങ്ങളെ തകർക്കുക എന്നതാണ് ഇറാന്റെ ഗൂഢലക്ഷ്യം. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് ഇറാൻ ലോകത്തിലെ തന്നെ ഏറ്റവും പുരോഗമനപരമായ രാജ്യങ്ങളിലൊന്നായിരുന്നു. കലയും സംസ്കാരവും ആധുനികതയും ഒത്തുചേർന്ന ഒരു കാലം ഇറാനുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഇറാൻ ഭരണകൂടം തങ്ങളുടെ ജനതയുടെ സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ട് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇറാൻ രാജകുടുംബാംഗമായ റസ പഹ്ലവിയെ പോലുള്ളവർക്ക് ഇറാനിലെ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന പിന്തുണ മാറ്റത്തിന്റെ സൂചനയാണ്. ഇറാനിലെ സാധാരണ ജനങ്ങൾ യുദ്ധമല്ല, മറിച്ച് സമാധാനവും പുരോഗതിയുമാണ് ആഗ്രഹിക്കുന്നത്. അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ അത് മിഡിൽ ഈസ്റ്റിലെ മൊത്തം സംഘർഷങ്ങൾക്ക് അറുതി വരുത്തിയേക്കാം. ലോകം ആഗ്രഹിക്കുന്ന സമാധാനമാണ്. യുക്രൈനിലായാലും പലസ്തീനിലായാലും ഇസ്രായേലിലായാലും ചോരുന്നത് സാധാരണക്കാരൻ്റെ രക്തമാണ്. കുഞ്ഞുങ്ങളുടെ കരച്ചിലില്ലാത്ത, ആകാശത്ത് മിസൈലുകളില്ലാത്തൊരു പുലരിയാണ് നമുക്കും വേണ്ടത്. പക്ഷേ തീവ്രവാദത്തിലൂടെ ഒരു ജനതയെ തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ പ്രതിരോധം തീർക്കാതെ സമാധാനം സാധ്യമാവില്ല. ഇസ്രായേൽ ഇന്ന് ചെയ്യുന്നത് അതാണ്. 10,000-കണക്കിന് മലയാളികൾക്ക് അന്നം നൽകുന്ന ഈ മണ്ണ് സുരക്ഷിതമായിരിക്കേണ്ടത് നമ്മുടെയും ആവശ്യമാണ്. യുദ്ധം അവസാനിക്കട്ടെ, സമാധാനം പുലരട്ടെ.